ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് വീണ്ടും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുമോ, അഥവാ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായാൽ മുന്നോട്ടുള്ള നിങ്ങളുടെ ഒരുമിച്ചുള്ള ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് 100% റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ മാത്രം ഈ ഒരു റീഡിംഗ് കാണുക. ആ ഒരു വ്യക്തിയെ ഓർത്തുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നോക്കാം ആ ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത്. എംപ്രസ്, ഹൈ പ്രീസ്റ്റസ്, ടവർ, ടെമ്പറൻസ്, കിങ് ഓഫ് വാൻഡ്സ്, ചാരിയറ്റ്. ഒരു കാർഡും കൂടി എടുക്കാം. കിങ് ഓഫ് സോർഡ്സ്. നമുക്കിവിടെ ആദ്യം ഒരു എംപ്രസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് ഇനി ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളൊരു ഉത്തരമാണ്. പക്ഷെ നമുക്കിവിടെ എംപ്രസ് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ഒരു കെയറുള്ള, മറ്റുള്ളവർ നല്ല രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേ രീതിയിൽ സ്നേഹം തിരിച്ചത് സ്നേഹമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും തിരിച്ച് അതേ രീതിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു മൂല്യമുണ്ടെന്നാണ് ഈ ഒരു എംപ്രസ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഒരു ഓർമ്മ വേണം. അത് കൂടാതെ തന്നെ ആരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വന്നാലും മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളുടെ ആ ഒരു വില ഇനി ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളൊരു മെസ്സേജ് കൂടി ഈ ഒരു എംപ്രസ് കാണിക്കുന്നുണ്ട്. മുൻപ് ഒരുപാട് തവണ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പേർക്ക് മുന്നിൽ നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങൾക്കൊരു വിലയുണ്ടായിരുന്നു. ആ ഒരു വില മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ ഇല്ലാതാക്കി കളയുന്ന പല നിമിഷങ്ങളും ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇനി അത് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു ശക്തമായൊരു സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ പോയൊരു വ്യക്തി തിരിച്ചു വരുന്ന ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്ക് അടുത്തൊരു ഹൈ പ്രീസ്റ്റസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ നിങ്ങൾ എടുത്തു ചാടി വിശ്വസിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എടുത്തു ചാടി ഒരു തീരുമാനത്തിലോട്ട് പോകാതിരിക്കുക. പോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ ആള് നല്ല വ്യക്തിയായി എന്നുള്ളൊരു വിശ്വാസത്തിൽ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാതെ ഇരിക്കുക. പകരം നിങ്ങളുടെ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പല കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തരുമെന്നാണ് ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത്. കൂടാതെ നമുക്കൊരു ടവർ കിട്ടിയിട്ടുണ്ട്. അതായത് മുൻപ് ഈ ഒരു വ്യക്തി ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഒരു തകർച്ച സംഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വളരെയധികം വേദനിച്ചു. അതിനുശേഷം നിങ്ങൾ പതിയെ ഒരു ഉയർത്തെഴുന്നേറ്റ് വരുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ആ ഒരു വേദനയിൽ നിന്നൊക്കെ പുറത്തോട്ട് വന്ന് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു വ്യക്തി, നമുക്ക് കിങ് ഓഫ് വാൻഡ്സ് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്ക് അരികിലോട്ട് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല, അവർ അവരുടേതായ രീതിയിൽ പോയിരിക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായ നേട്ടങ്ങളെ കുറിച്ച് അറിഞ്ഞ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവർ വീണ്ടും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും നിങ്ങളിപ്പോൾ എങ്ങനെയാണ്, അതല്ലെങ്കിൽ നിങ്ങളിപ്പോഴും വേദനയിലാണോ എന്നൊക്കെ അറിയുവാനായിട്ടും
ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും ഒരു തിരിച്ചു വരവ് നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ ഒരു ടെമ്പറൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ഷമ വേണമെന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളൊരു മെസ്സേജാണ്. അതായത് നിങ്ങളിപ്പോൾ ഹീലാകേണ്ട, നിങ്ങളിപ്പോൾ ഹീലായി പതിയെ പതിയെ പുറത്തോട്ട് വന്നിരിക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ കൂടുതൽ ജീവിതത്തിലോട്ട് പിടിച്ചു നിർത്തുവാനായിട്ട് ശ്രമിക്കരുത്. പകരം നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ആവശ്യം ഹീലിംഗ് ആണ്. പൂർണ്ണമായ ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ആവശ്യമാണ്. പെട്ടെന്ന് ഈ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഇവർ നന്നായി, അതല്ലെങ്കിൽ ഇവർ നല്ലൊരു വ്യക്തിയായി എന്നുള്ളൊരു ധാരണയിൽ നിങ്ങൾ തീരുമാനങ്ങൾ മാറ്റാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. കൂടാതെ ചാരിറ്റി കിട്ടിയിട്ടുണ്ട്. അധികം താമസിയാതെ തന്നെ നിങ്ങൾ ഏത് വ്യക്തിയാണോ ചിന്തിച്ചത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനി ഒരുപാട് താമസമില്ല എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ കിങ് ഓഫ് സോർട്സിന്റെ ഒരു എനർജിയിലോട്ട് മാറുക. ശക്തമായ ഒരു ബൗണ്ടറി വെക്കാനായിട്ടാണ് പറയുന്നത്. അത് കൂടാതെ തന്നെ ഈ ഒരു വ്യക്തിയോട് ഒരുപാട് തർക്കത്തിനോ അതല്ലെങ്കിൽ അവരോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചോ ചോദിക്കുവാനോ അത്തരത്തിലുള്ള ഒരു രീതിയിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. പകരം ആ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പക്വതയോട് കൂടി നോക്കിക്കണ്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് വീണ്ടും പലതരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ തരുന്ന ഒരു എനർജിയാണ്. അതായത് ഒരുമിച്ചുള്ള ഫ്യൂച്ചറായിട്ട് നോക്കുമ്പോൾ പഴയ ചില തെറ്റുകൾ തന്നെ ആ ഒരു വ്യക്തി വീണ്ടും ആവർത്തിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ബൗണ്ടറി വെച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ എന്തൊക്കെയാണോ ചിന്തിച്ചു പോകുന്നത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ തീരുമാനം മാറ്റാതിരിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് കിട്ടുന്നത്. അഥവാ നിങ്ങൾ മാറ്റുകയാണെങ്കിൽ ഒരു ടവർ എനർജിയിലോട്ടൊക്കെ വീണ്ടും പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് വീണ്ടും ചില ബുദ്ധിമുട്ടുകൾ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പഠിച്ചു പുറത്തോട്ട് വരിക എന്നുള്ളൊരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒപ്പം തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചു വരികയാണെങ്കിൽ അവരുമായിട്ട് ശക്തമായ ഒരു ബൗണ്ടറി വെക്കാനായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവരുമൊത്തുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് അത്ര നല്ലൊരു ഫ്യൂച്ചറായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണോ അതല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി എന്തൊക്കെയാണ് തന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. സന്തോഷമാണോ അതോ സമാധാനമാണോ തന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് എന്താണ് ആവശ്യം, നിങ്ങൾക്ക് സന്തോഷമാണോ അതോ ദുഃഖമാണോ സമാധാനമാണോ ഏതാണോ ആവശ്യം അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഒരു ബൗണ്ടറി വെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉചിതമായിട്ട് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.